ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ടിപ്സ് ഫോർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ മുടിയുടെ അറ്റം പിളരുന്നതിനും മുടി വരണ്ടിരിക്കുന്ന അവസ്ഥയ്ക്കൊക്കെ പരിഹാരമായിട്ടുള്ളൊരു ഹെയർ കെയർ ആണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. മുടിയുടെ അറ്റം പിളരുന്ന അവസ്ഥയുള്ളവർ തീർച്ചയായിട്ടും അവരുടെ മുടിയുടെ അറ്റം നമ്മൾ മാസത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് ട്രിം ചെയ്യാനായിട്ട് അറ്റം വെട്ടിക്കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ചെറിയൊരളവിലാണെങ്കിൽ നമുക്ക് ലെങ്ത് കുറയ്ക്കാൻ ഒട്ടും ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ പോലും ചെറുതായിട്ടൊന്ന് വെട്ടിക്കൊടുക്കുക. അതിനുശേഷം അപ്പം തന്നെ നമ്മളൊരല്പം ഓയിലെടുത്ത് ഏതെങ്കിലും ഒരു ഓയിലെടുത്തിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് പിടിപ്പിക്കുക. പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു നല്ലൊരു ഹെയർ പാക്കാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത്. ഇപ്പോൾ ഇതിങ്ങനെ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഒന്ന് ചെയ്യുവാണെങ്കിൽ അറ്റം പിളരുന്ന അവസ്ഥയിലുള്ളവർ ആ ഒരു രീതിയിൽ കറക്റ്റായിട്ട് ചെയ്യുവാണെങ്കിൽ ആ പ്രശ്നം നമുക്ക് 100% തന്നെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ ഈ ഹെയർ പാക്ക് ഉണ്ടാക്കാനായിട്ട് 2 ടീസ്പൂൺ അളവിൽ ഓട്സ് ആണ് എടുക്കുന്നത്. ഓട്സിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മുടെ വരണ്ട മുടിയെ ഒന്ന് ഈർപ്പമുള്ളതും അതുപോലെ തന്നെ സോഫ്റ്റ് ആക്കാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. അതുപോലെ എണ്ണമയമുള്ള മുടിയാണെങ്കിൽ എണ്ണമയം നിയന്ത്രിക്കാനായിട്ടും തലയോട്ടി വൃത്തിയാക്കാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ ഗ്ലാസ് വെള്ളമാണ് ഞാനിപ്പോൾ ഒഴിക്കുന്നത്. ഇത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. തിളപ്പിക്കുമ്പോൾ ഞാൻ ഇതേപോലെ ഒരു ഗ്ലാസ് കൂടി ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നോർമൽ ഗ്ലാസ് ആണെങ്കിൽ വലിയ ഗ്ലാസ് ആ ഒരു രീതിയിൽ ഒഴിച്ചതിന് ശേഷം ഒന്ന് തിളപ്പിച്ചു, അതായത് നമ്മൾ ജസ്റ്റ് ഒന്ന് കുറച്ച് സമയം ഒന്ന് കുതിർത്തിട്ട് തിളപ്പിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഓട്സിൽ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ ബി, ഇരുമ്പ്, സിങ്ക്, മഗ്നീഷ്യം, പ്രോട്ടീൻ എന്നിവ മുടി വേരുകളെ ബലപ്പെടുത്താനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുടിയുടെ അറ്റം പിളരുന്ന അവസ്ഥ തടയുകയും ചെയ്യുന്നുണ്ട്. ഓട്സിൽ അടങ്ങിയിട്ടുള്ള ലിപ്പിഡുകൾ മുടിയുടെ പുറം പാളിക്ക് ഒരു സംരക്ഷണ വലയം തീർത്ത് മുടി നന്നായിട്ട് തിളങ്ങാനും അതേപോലെ തന്നെ മുടി പൊട്ടുന്ന അവസ്ഥയൊക്കെ പരിഹരിക്കാനും കൂടി സഹായിക്കുന്നുണ്ട്. നല്ല സോഫ്റ്റായിട്ട് മുടി കിടക്കാനായിട്ട് ഈ ഒരു കാര്യം നല്ലതാണ്. നന്നായിട്ട് തിളച്ചത് നന്നായിട്ട് കുറുകി വന്നതിന് ശേഷം നമ്മൾ തീ ഓഫ് ചെയ്ത് ഒന്ന് തണുക്കാനായിട്ട് വെക്കണം. അതിനുശേഷം ഇത് നമുക്ക് ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. നാച്ചുറൽ മോയ്സ്ചറൈസറായിട്ട് മുടിയിലും ചർമ്മത്തിലും ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒന്നാണ് കറ്റാർ വാഴ. അതിൽ 95% വാട്ടർ കണ്ടൻ്റ് ആണുള്ളത്. അപ്പോൾ ഓട്സിനോടൊപ്പം ഇത് ചേർക്കുന്നത് വളരെ നല്ലതാണ്. അപ്പം നമ്മളിതിൽ കുറച്ച് കറ്റാർവാഴ ജെല്ല് എടുത്തിട്ടുണ്ട്. കറ്റാർവാഴ ജെല്ല് ഇപ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള കറ്റാർവാഴയിൽ നിന്ന് ഇല്ലെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിച്ചത് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഓട്സ് നമ്മൾ തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ കറ്റാർവാഴ ജെല്ല് കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു രീതിയിൽ നല്ലൊരു ക്രീം കൺസിസ്റ്റൻസിയിലേക്ക് ഇത് വരുന്നുണ്ട്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അതേപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓളൊന്നുകൂടി സെലക്ട് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് മുടിയൊക്കെ നന്നായിട്ട് ചീകി ചടക്ക് കളഞ്ഞതിന് ശേഷം നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന പോലെ ഓയിൽ അപ്ലൈ ചെയ്യാം. അതിനുശേഷം ഒരു 10 മിനിറ്റ് ഒക്കെ വെയിറ്റ് ചെയ്യാം. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഹെയർ ക്രീം നമുക്ക് മുടിയിലാണ് മെയിനായിട്ടും അപ്ലൈ ചെയ്യേണ്ടത്. മുടിയുടെ മുകൾ ഭാഗം തൊട്ട് താഴെ വരെ മുടിയുടെ അറ്റം ഭാഗം ഒക്കെ അപ്ലൈ ചെയ്യാം. കാര്യം മുടി വിണ്ട് പൊട്ടുന്ന അവസ്ഥ പരിഹരിക്കാനാണ് മെയിനായിട്ട് ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്യാം, അതിൽ കുഴപ്പമൊന്നുമില്ല. ആ ഒരു രീതിയിൽ നമുക്ക് അപ്ലൈ ചെയ്ത് ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം സാധാരണ നമ്മൾ ഹെയർ വാഷ് ചെയ്യുന്ന പോലെ തന്നെ വാഷ് ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഓൾ.